Okay, let's talk about flow transducers. So it's a transducer which measures flow essentially. So the different transducers that we have to learn includes orifice plate normal transducer ഉണ്ട്, then venturi tube normal transducer ഉണ്ട്, nozzle plate normal transducer, rotometer, anemometer, electromagnetic flow meter. So ഇത്തരം ഡിഫറെൻറ്റ് ഫ്ലോ മീറ്റേഴ്സാണ് പഠിക്കാനുള്ളത്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഡിഫൈനിങ് ഫ്ലോ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഈ ഡിഫറെൻറ്റ് ഫ്ലോ മീറ്റേഴ്സ് പഠിക്കാം. ദെൻ ദേ ആർ ആക്ച്വലി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അതിൻ്റെ ഓപ്പറേഷൻ്റെ ബേസിൽ ഈ ഫ്ലോ മീറ്റേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ വി ഓൾസോ ഹാവ് ടു ലേൺ അബൌട്ട് ദാറ്റ്. ദെൻ സം പ്രിൻസിപ്പിൾസ് ഓൾസോ, അതായത് വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് ബെർണോളി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ദെൻ അനന്തർ വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളും പഠിക്കേണ്ടത്. അതിൻ്റെ ബേസിലാണ് ബേസിക്കലി ഫ്ലോ മെഷർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എങ്ങനെയാണ് ഈ ഫ്ലോ മീറ്റർ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. എൻ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് വേരിയസ് പ്രോസസ് ഇൻ ഇൻഡസ്ട്രീസ് ഈസ് ദി അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ഫ്ലോ റേറ്റ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. സോ സം ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ആലോചിക്കുകയാണെങ്കിൽ ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡോ ഫ്ലോ ചെയ്യുന്നൊരു പൈപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അപ്ലിക്കേഷൻ എങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് ഈ ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ഡിഫൈൻ ഫ്ലോ റേറ്റ് or flow in general, it is defined as the quantity of the fluid that passes a point per unit time. It is defined as the quantity of fluid that passes a point per unit time. ഒരു പോയിന്റിൽ കൂടെ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിലാണ്, ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഐദർ ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, വേപ്പർ ആവാം. സോ ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിയാണ്, ഒരു പോയിന്റിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി ഒരു പെർ യൂണിറ്റ് ഓഫ് ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിനെയാണ് എന്ത് പറയുന്നത് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഐദർ വോള്യത്തിലായിരിക്കും പറയാം അല്ലെങ്കിൽ മാസിലായിരിക്കും പറയാം. സോ ഡെൻസിറ്റി ഇൻറ്റു വോള്യമാണ് മാസ്. സോ യു ക്യാൻ ഐദർ ടോക്ക് അബൌട്ട് ഇത്ര വോള്യം ഓഫ് വാട്ടർ ഫ്ലോ ചെയ്തു അല്ലെങ്കിൽ ഇത്ര മാസ് ഓഫ് വാട്ടർ ഫ്ലോ ചെയ്തു. സോ ഇത്ര വോള്യം ആണ് പറയുന്നത് എങ്കിൽ അതിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എത്ര മാസ് ഓഫ് വാട്ടർ ഫ്ലോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നൗ ദ ഡിവൈസ് യൂസ് ടു മെഷർ ദി ഫ്ലോ റേറ്റ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസ് ഇസ് നോൺ ആസ് ഫ്ലോ മീറ്റർ. സോ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ പൈപ്പ്. സോ ഡിഫറെൻറ്റ് പോയിൻ്റ് ഇവിടെ വൺ എന്ന് പറയുന്നൊരു പോയിൻ്റ് എന്താ 2 എന്ന് പറയുന്ന പോയിൻ്റ് യു ക്യാൻ ബേസിക്കലി മെഷർ ദ വോള്യൂം ഓർ ദ മാസ് ഓഫ് ദി ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദാറ്റ് പോയിൻറ്റ്സ്. സോ സം ആപ്ലിക്കേഷൻസിൽ വി ഹാവ് ടു മെഷർ ഡിഫറെൻറ്റ് പോയിൻറ്റിലുള്ള ഫ്ലോ റേറ്റ് മെഷർ ചെയ്യേണ്ടി വരും. അത് ചില ഫ്ലോകൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഫ്ലോസിനെ പറ്റിയിട്ട്. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ പോയിൻറ്റിൽ മെഷർ ചെയ്യേണ്ടി വരും. സം ടൈമിൽ നമുക്കൊരു പോയിൻറ്റിൽ മെഷർ ചെയ്താൽ മതിയായിരിക്കും. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് വേ ഓഫ് മെഷറിംഗ് ഫ്ലോ ഓൾസോ. So let's look into each of them. So again, as I told before, different type of flow meters പറഞ്ഞു. അതിൻ്റെ അകത്ത് 3 flow meters like nozzle plate, venturi tube, then one more thing, orifice plate, venturi tube, nozzle plate എന്ന് പറയുന്നതിനെ ഒബ്സ്ട്രക്ഷൻ ആൻഡ് റോട്ടോമീറ്റർ, ഈ 4 ടൈപ്പും ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റർ ആണ്. അനദർ ടൈപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം ദിസ് ആർ ഓൾ കോൾഡ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ്. ദെൻ അനിമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ബേസ്ഡ് ഫ്ലോ സെൻസറാണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിസം യൂസ് ചെയ്യുന്ന. സോ ദിസ് ഈസ് എ ഫസ്റ്റ് ടൈപ്പ്, ദിസ് ഈസ് എ സെക്കൻഡ്, ദിസ് ഈസ് തേർഡ് ടൈപ്പ്. സോ മെയിൻലി നമ്മൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് അനിമോമീറ്റർ, ഇറ്റ്സ് എ ടെമ്പറേച്ചർ ബേസ്ഡ് ഫ്ലോ മീറ്റർ. സോ ഇത്തരം ഫ്ലോ മീറ്റേഴ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് മെയിൻലി ഒബ്സ്ട്രക്ഷൻ ടൈപ്പിന് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ടെണ്ണമായിട്ട്. വൺ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ പ്രഷർ ബേസ്ഡ്. അനദർ വൺ എന്ന് പറയുന്നത് വേരിയബിൾ ഏരിയ എന്ന് പറയും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. ഐ തിങ്ക് ദിസ് നെയിം ഈസ് സഫിഷ്യൻറ്റ് ടു ടെൽ വാട്ട് ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രഷർ ഡിഫറൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റിയിലുള്ള വരുന്ന ഡിഫറൻസിനെ ഉപയോഗിച്ചിട്ട് സ്പീഡ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ പ്രഷർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ വേരിയബിൾ ഏരിയ ടൈപ്പ് എന്ന് പറയുന്നത് അത് എന്താണ്, ഏരിയയും വെലോസിറ്റിയും അല്ലെങ്കിൽ സ്പീഡും തമ്മിലുള്ള റിലേഷൻ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പിനെയാണ് വേരിയബിൾ ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് അനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ അന്തർ ടൈപ്പാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന എസ്പെഷ്യലി ഈ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറൻഷ്യൽ ടൈപ്പ് പ്രഷർ ടൈപ്പാണ്. ആ ഡിഫറൻഷ്യൽ പ്രഷർ ടൈപ്പിൽ 3 ഫ്ലോ മീറ്റേഴ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നൗ നമുക്ക് ഈ ഫ്ലോ മെഷർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫ്ലോസിനാണ് നമ്മൾ മോർ ഫോക്കസ് ചെയ്യുന്നത്. സെർട്ടൻ ടൈപ്പ് ഓഫ് ഫ്ലോ ആണ്. സോ നമുക്ക് ഇൻ ജനറൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്ലോ ഉണ്ടെന്ന് അറിയണം. ദെൻ അതിൻ്റെ ബേസിൽ നമുക്ക് എസ്പെഷ്യലി ഡിഫറൻഷ്യൽ പ്രഷർ ടൈപ്പ് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നൗ
ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ. അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ്, അതിൻ്റെ ഫ്ലോൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിലാണ്. ഫ്ലോൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് പ്രഷർ, വെലോസിറ്റി, ഡെൻസിറ്റി ഇതൊക്കെയാണ് ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി. സോ അതിൻ്റെ ബേസിലാണ് എന്ത് ഫ്ലോ ഡിഫൈൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ. ദെൻ ലേറ്റർ നമുക്ക് നോക്കാം എന്ത് ടൈപ്പ് ഓഫ് ഫ്ലോനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ഡ്യൂസർ ക്ലാസ്സിൽ എന്നുള്ളത്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ ആണ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സോ steady flow is defined as the flow in which fluid properties like pressure, density, etc. will not change with time. Steady flow is defined as the flow in which fluid properties like pressure, density, etc. will not change with time. So steady flow in the case certain fluid properties ആയിട്ടുള്ള pressure, density എന്തില്ല change, it does not change with the time. So the opposite is the unsteady flow. In that case the property like pressure, density will change. So in general steady and unsteady flow എന്ന് പറയുന്നത് defined with respect to time ആണ്. Over time we will check, let's say morning 10 AM we will check the flow of a particular fluid. ആ പ്രോപ്പർട്ടി അതിൻ്റെ ആ സമയത്ത് മെഷർ ചെയ്തിട്ടുള്ള പ്രഷർ, ഡെൻസിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ആഫ്റ്റർ 2 hours ശേഷം വീണ്ടും മെഷർ ചെയ്തു. ആ സമയത്ത് സെയിം പ്രഷറും സെയിം ഡെൻസിറ്റിയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രഷറാണ് എന്ത് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് ഫ്ലോ ആണ് സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ ടൈപ്പ് ഓഫ് ഫ്ലോൻ്റെ കേസിൽ വി ആർ യൂസിങ് സർട്ടൈൻ ടൈപ്പ് ഓഫ് ലൈക്ക് കണ്ടെയ്നർ. ഇത് ഫ്ലോ ഉണ്ടാകുന്ന കണ്ടെയ്നർ ലൈക്ക് പൈപ്പ് ആയിരിക്കാം, വാതക പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ഗ്യാസ് പൈപ്പ് ലൈൻ. ഇത്തരം പൈപ്പ് ലൈനിൻ്റെ കേസിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയൺമെൻറ്റ് എന്ത് ചെയ്യില്ല, ഈ ഫ്ലോനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അത്തരത്തിലുള്ള ഫ്ലോ ആയിരിക്കണം സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്രഷർ, ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യാൻ പാടില്ല ഓവർ വിത്ത് ടൈം. നൗ ഓവർ ടൈം ഇത് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിന് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. അൺസ്റ്റഡി ഫ്ലോ ഈസ് ദ ഫ്ലോ ഇൻ വിച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ച് വിത്ത് ടൈം എന്നുള്ളതാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ആണ്. സോ ഫസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ എന്താണ് ഓവർ ടൈം ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ദ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് സ്പേസ് ആണ്. സോ ഒരു പൈപ്പ് എടുത്തു, അതിൻ്റെ P1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, P2 എന്ന് പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. സോ P1 എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്രഷറും ഡെൻസിറ്റിയും തന്നെയാണ് P2 എന്ന് പറയുന്ന വേറൊരു പോയിന്റ് എങ്കിൽ അതിൻ്റെ പറയും യൂണിഫോം ഫ്ലോ. Uniform flow is a flow in which properties of fluid at each and every point of the fluid remain constant ആണ്. വിത്ത് റെസ്പെക്ട് സ്പേസ് ആണ്. ഡിഫറെൻറ്റ് പൊസിഷനിലുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ദേ ആർ സെയിം. Now if that property is not hold then it's called നോൺ യൂണിഫോം. അതായത് സെയിം പ്രോപ്പർട്ടീസ് അല്ല വെച്ച് കഴിഞ്ഞാൽ P1 എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രഷർ 1 ആണ്, P2 എന്ന് പറയുന്ന വേറൊരു പോയിന്റിലെ പ്രഷർ വേറെ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് നോൺ യൂണിഫോം ഫ്ലോ. അവിടെ വിത്ത് റെസ്പെക്ട് സ്പേസ് ആണ് ആ പ്രോപ്പർട്ടി അനലൈസ് ചെയ്തത്. സ്റ്റഡി ഓർ അൺസ്റ്റഡി ഫ്ലോൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, അവിടെ സ്പേസ് കോൺസ്റ്റൻ്റ് ആണ്, സെയിം പോയിന്റിലാണ്. ദെൻ യൂണിഫോം ഫ്ലോൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ്, 2 ഡിഫറെൻറ്റ് പോയിന്റിലാണ് യൂണിഫോം നോൺ യൂണിഫോം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്നാണ് സെയിം ടൈമിലാണ് 2 പോയിന്റിലും മെഷർ ചെയ്യുന്നത്. Now there are another 2 type of flow. First one is called laminar and turbulent flow. So in the case of laminar flow you can see the figure here. ഇവിടെ എന്താ fluid particles move along the well defined path or streamlines. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിൾ എന്ന് പറയുന്നതിൻ്റെ മൂവ്മെൻറ്റ് ഏരോ കണ്ടു കഴിഞ്ഞാൽ they are in straight line. That means എന്താണ് ആ പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പാസ് ചെയ്യുന്നത്. അതാണ് ലാമിനാർ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അണ്ടർഗോസ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്നാണ് ഇവിടെ കാണാൻ. അതിൻ്റെ ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റാൻഡമായിട്ട് ഡിഫറൻറ്റ് 3 ഡയമെൻഷണൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. യു ഹാവ് ടു ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്, ഇതൊരു പൈപ്പാണെന്ന് ഓർക്കണം. സോ അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിന് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്ലോനെയാണ് നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. മീൻസ് സ്റ്റഡി ആണെങ്കിൽ ഒരു സ്ട്രീം ലൈനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് ലാമിനാർ ഫ്ലോ. ദെൻ അനദർ ടൈപ്പ് ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ചേഞ്ച് ഫ്രം പോയിന്റ് ടു പോയിന്റ്. യു തിങ്ക് ഓഫ് എ ഫ്ലോ ഇൻ വിച്ച് ദിസ് കൈൻഡ് ഓഫ് എ പൈപ്പ്, അതായത് കൺവേർജ് ചെയ്യുന്ന ഒരു പൈപ്പ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് കംപ്രസ്ഡ് ആവുകയാണെങ്കിൽ അതായത് അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് കംപ്രസിബിൾ ഫ്ലോ ആണ്. ദെൻ ദർ ആർ സം ഫ്ലൂയിഡ് വിച്ച് കനോട്ട് ബി കംപ്രസ്ഡ് ലൈറ്റ്. അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. കാരണം അതിൽ ഓൾറെഡി അത് ഹൈ പ്രഷർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഹൈലി ടൈറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡുകളായിരിക്കും. ദാറ്റ് മീൻസ് ഇൻ ദാറ്റ് കേസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സച്ച് ഫ്ലോസ് ആർ കോൾഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ. So let's recall it. Compressible and incompressible flow ആണ് one. Another one ആണ് laminar and turbulent flow ആണ്. Another one ആണ് uniform and non-uniform ആണ്. Another one ആണ് steady and unsteady. So again steady and unsteady, uniform, non-uniform, turbulent laminar or laminar turbulent, compressible incompressible. അങ്ങനെ 4 ടൈപ്പ് ആണുള്ളത്. steady and unsteady എന്ന് പറയുന്നത് സെയിം ടൈമിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് ടൈമിൽ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ടൈമിൽ ഇഫ് യു മെഷർ പ്രോപ്പർട്ടീസ് ലൈക്ക്
pressure density, that will be same. Different time pressure and density measure ചെയ്ത് കഴിഞ്ഞാൽ they will be same. In the case of uniform and non-uniform എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻറ്റ് പോയിന്റിലാണ് മെഷർ ചെയ്യുന്നത് സെയിം ടൈമിൽ. സോ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ്. Now we know different type of flow, അങ്ങനെ different type flow ഉണ്ട്. Then we will try to learn mainly two important concept that will help to understand എങ്ങനെയാണ് ഈ മെഷർമെൻറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ പറഞ്ഞു. അതിനകത്ത് നമ്മൾ സ്പെസിഫിക്കലി കുറച്ച് ഫ്ലോൻ്റെ കേസാണ് പറയാൻ പോകുന്നത്. ബട്ട് ഇൻ ജനറൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഫ്ലോ ഫസ്റ്റ് വൺ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ബേസിക്കലി എങ്ങനെയാണ് ഒരു ഫ്ലോ ടർബുലൻ്റ് ആണോ ലാമിനാർ ആണോ എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് റെനോൾഡ്സ് നമ്പർ. ഡയമെൻഷൻലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യൂണിറ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഒരു യൂണിറ്റ് ആണ്. അതേപോലെ യൂണിറ്റ് ഇല്ല ഈ ക്വാണ്ടിറ്റിക്ക്. ഇറ്റ്സ് എ സ്കേലാർ നമ്പർ, ഒരു നമ്പർ മാത്രമാണ്. സോ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് നമ്പറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലോ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ബേസിക്കലി ഇക്വേഷൻ എന്ന് പറയുന്നത് R = ρ/v/d/μ ആണ്. അതിൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ പൈപ്പാണ്, മ്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡാണ്. സോ ഈ നമ്പറിൻ്റെ ρ/v/d/μ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെനോൾഡ്സ് നമ്പർ കിട്ടും. ദെൻ എന്താണ് ആ റെനോൾഡ്സ് നമ്പർ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റർ ഐ വിൽ എക്സ്പ്ലെയിൻ. ടർബുലൻറ്റ് ഫ്ലോനെയും ലാമിനാർ ഫ്ലോനെയും നമുക്ക് റെനോൾഡ്സ് നമ്പറിൻ്റെ ബേസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ കോൺസെപ്റ്റ് അറിയേണ്ട റെനോൾഡ്സ് നമ്പർ. ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ പറയുന്നത് വളരെ സിമ്പിളാണ്. ഐ തിങ്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. എന്താണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ട്യൂബ് ഓഫ് ഫ്ലോ ബിക്കംസ് ലാർജർ. ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഓഫ് ദ ട്യൂബ് എന്താവുകയാണ്? ലാർജർ ആവുകയാണ്. ഇവിടേക്ക് നോക്കി ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടി. അങ്ങനെയാണെങ്കിൽ ദ ഫ്ലൂയിഡ് സ്പീഡ് ബിക്കം സ്മാൾ എന്നാണ് പറയുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുകയാണെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയും, ഫ്ലൂയിഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറയും. ഇനി ആൾസോ വൈസ് വേഴ്സ, മീനിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുകയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടും. അതാണ് എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ ബേസിലാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു ഐഡിയൽ സിനാരിയോയിൽ മാസ് വിൽ ബി കൺസർവ്ഡ്. അതായത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു മാസ് എന്ന് പറയുന്നത്. സോ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അതെന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടുന്ന സമയത്ത് വോള്യത്തിൻ്റെ അത് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അഗൈൻ മാസ് സെയിം ആയിട്ട് വരും അല്ലേ. ഡെൻസിറ്റി ആൻഡ് വോള്യം എന്ന് പറയുന്നതാണ്. ഡെൻസിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക, വോള്യത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മാസ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഇൻറ്റു ലെറ്റ് മീ യൂസ് ക്യാപിറ്റൽ വി എന്ന് പറയുന്നതാണ് മാസ് എം. ദാറ്റ് മീൻസ് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ഇറ്റ് വിൽ ബി കൺസർവ്ഡ് എന്നാണ്. ദാറ്റ് വാല്യൂ ഡെൻസിറ്റി കൂടുമ്പോൾ വോള്യം കുറയും, ദെൻ അല്ലെങ്കിൽ സെയിം. സോ അതിൻ്റെ ബേസിലാണ് ഫ്ലോ റിലേറ്റഡായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഏരിയ എന്ന് പറയുന്നത് വോള്യമായിട്ടുള്ള ഏരിയയിലുള്ള ക്വാണ്ടിറ്റിയാണ്. സോ എനിവേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി കുറയും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി കൂടും. ഇത് നമുക്ക് ഈ വെലോസിറ്റിയും സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സോ യു ക്യാൻ ആക്ച്വലി ഫ്രം ദിസ് ഡെഫിനേഷൻ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്ന സമയത്ത് വെലോസിറ്റി കൂടും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയും, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു പറയുന്നത് ഉപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ എസെൻഷ്യലി നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. A1V1 ഈക്വൽ ടു, അതായത് A1V1 ഈക്വൽ ടു എന്താണ്? A2V2. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് നമുക്ക് വേണ്ടി ഡിറൈവ് ചെയ്യാമെന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഈസി തിങ് ആണ്. നെസസറി അല്ല പുറത്ത് വയ്ക്കാൻ, ബട്ട് അറിഞ്ഞിരിക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. യു ക്യാൻ സ്കിപ്പ് ദിസ് പാർട്ട് ഓൾസോ. ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് മേ ബി യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ഇക്വേഷൻ. മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. സോ എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കുക. ദെൻ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഫ്ലൂയിഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് അഗൈൻ എന്താണ് നമ്മൾ ഈ പോയിൻ്റാണ്. സോ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഫ്ലൂയിഡ് അറ്റ് ലോവർ എൻഡ് എന്ന് പറയുന്നതായിരിക്കും. ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള സ്പീഡ്. ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ഇവിടെ V1 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. ദെൻ ലെറ്റ്സ് സേ ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്യാൻ ഡെൽറ്റ T1 ആണ് ടൈം എടുത്തതെങ്കിൽ നമുക്ക് എന്താ പറയാം? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. അതിനകത്ത് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ ഇൻ ദിസ് കേസ് V1 എന്ന് പറയുന്ന വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ T എന്ന് പറയുന്ന ടൈമാണ് അവിടെ ഡിസ്റ്റൻസ്. എനിക്ക് വേറൊരു ക്വാണ്ടിറ്റിനെ കണ്ടുപിടിക്കാൻ വോളിയം. ഇപ്പോൾ ഇത്ര ഏരിയയിൽ എത്ര വോളിയം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു എന്താണ്? ഈ ഒരു ലെങ്ത് ആണ്. ഈ ക്രോസ് സെക്ഷനിൽ ഏരിയ ഇൻറ്റു ഈ ഒരു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. സോ A1 ഇൻറ്റു ഡെൽറ്റ X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? വോളിയം കിട്ടും. ഏരിയ ഇൻറ്റു ഡെൽറ്റ X1. ദെൻ ഡെൽറ്റ X1 ഇക്വേഷൻ നമുക്ക് എന്തുണ്ട്? ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? V1 ഇൻറ്റു ഡെൽറ്റ T. സോ ഇവിടെ ഈ ഡെൽറ്റ X1 എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? V1 ഇൻറ്റു ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ വോളിയം കിട്ടി. വോളിയം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വി, ഡാർക്ക് വി ആണ്, ബോൾഡ് വി ആണ് വോളിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് വെലോസിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ഡെൽറ്റ T ടൈം കണ്ടുപിടിച്ചു. ദെൻ ആ സമയത്ത് എത്രത്തോളം വോളിയം ഉണ്ട്, അതായത് ഇത്രയും ടൈമിൽ എത്രത്തോളം ഡെൽറ്റ T ടൈമിൽ മൂവ്
ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഡെൽറ്റ ടി ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ടോട്ടൽ ഡിസ്റ്റൻസിൽ എത്ര വോളിയം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് വോളിയത്തിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ്. സോ അതിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഡെൻസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. സോ എന്തായി? ഡെൻസിറ്റി ഇൻറ്റു അവിടുത്തെ വോളിയം ആക്ച്വലി എന്താണ്? ഡിസ്റ്റൻസിന് എന്തിൻ്റെ ടേംസിലാണ് എഴുതിയത്? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ ബേസിലാണ് എഴുതിയത്. നൗ മാസ് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ ഡെൽറ്റ ടീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നതാണ്. ഡെൽറ്റ ടീനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടീനെയാണ് മാസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് എന്ത് വരും? റിമൈനിങ് കമ്പോണൻസ് എന്ത് ചെയ്യും? അവിടെ ലാസ്റ്റ് ചെയ്യും. സോ ρ1 അവിടുത്തെ ഡെൻസിറ്റി ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് എന്ത്? മാസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റിയത്. മാസ്സായിട്ട് കീപ്പ് ചെയ്യാമായിരുന്നു, ബട്ട് മാസ് ഫ്ലക്സ് ആക്കാം. ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ സം ബ്യൂട്ടി. ആ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ρAVA ഉള്ളൂ. ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇതിൽ മാസ് ഫ്ലക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. നൗ ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ടൂലും ചെയ്യാൻ പറ്റും. എൻ്റെ ടൂല് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് കിട്ടും? മാസ് ഫ്ലക്സ് ഈ ഒരു പോയിന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ρ2 A2V2. സെയിം കാര്യമാണ് ചെയ്യുന്നത്. അതിന് കണ്ടുപിടിക്കും ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം കണ്ടുപിടിക്കും. ദെൻ അവിടുത്തെ വോളിയം കണ്ടുപിടിക്കും. ദെൻ മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. സോ അതിനെ ഡെൻസിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിലെ ടൈമിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഫ്ലക്സ് ആണ്. സോ യു വിൽ ഗെറ്റ് ρ2 A2V2. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇൻ കേസ് ഇതൊരു സ്റ്റഡി ഫ്ലോ ആണെന്ന് വിചാരിക്കുക. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റഡി ഫ്ലോനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രോപ്പർട്ടീസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ് ഓവർ ടൈം. ഡിഫറൻറ്റ് ടൈമിൽ അത് ഈ ഫ്ലോ ഇവിടുന്ന് വരെ എത്തുന്ന സമയത്ത് എന്താണ്? ഈ പ്രോപ്പർട്ടീസ് ലൈക്ക് ഡെൻസിറ്റി, പ്രഷർ, വെലോസിറ്റി ഒക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്? സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ദ മാസ് ഫ്ലക്സ് അറ്റ് ലോവർ എൻഡ് ഓഫ് ദ പൈപ്പ് ഈക്വൽ ടു മാസ് ഫ്ലക്സ് അറ്റ് അപ്പർ എൻഡ് ആണ്. സോ യു ക്യാൻ ഇക്വേറ്റ് ദീസ് ടു. ρ1 A1 V1 ഈക്വൽ ടു ρ2 A2 V2 ആണ്. യു ക്യാൻ സേ ρAV ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു സ്പീഡ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആണ് ഒരു ഫ്ലോനെ സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് എഴുതാൻ പറ്റും. ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുകയാണ് ഈ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്. അത് ഡെൻസിറ്റി എന്താണ്? റിമൈൻ കോൺസ്റ്റൻ്റ് ആണ്. ഡെൻസിറ്റിയും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി ആ ഫ്ലോനെ ഒന്ന് സ്റ്റഡി ഫ്ലോ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ρAV എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയത്. ദെൻ അതിൻ്റെ കൂടുതൽ നമ്മൾ പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി സെയിം ആണ്. യു ക്യാൻ റൈറ്റ് വാട്ട് A1 V1 ഉം A2, കാരണം ഇത് രണ്ടും സെയിം ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ A1 V1 ഈക്വൽ ടു A2 V2. അതിൻ്റെ അർത്ഥം AV ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. സോ അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ എന്താണ്? ആസ് ദി ഏരിയ ഇൻക്രീസസ് വെലോസിറ്റി വിൽ ഡിക്രീസ്. അതാണ് ഡെറിവേഷൻ. ജസ്റ്റ് റിമൈൻഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. നൗ സോ നമ്മൾ റെനോൾഡ്സ് നമ്പർ പറഞ്ഞു. ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞു. ദെൻ അനദർ വൺ എന്ന് പറയുന്നത് ബെർണോലി പ്രിൻസിപ്പിൾ ഉണ്ട്. ബെർണോലി പ്രിൻസിപ്പിൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻവെൻഷനാണ്. ബെർണോലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തതാണ് സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി per unit mass is always constant for an ideal incompressible non-viscous and laminar flow. സോ നമ്മൾ നേരത്തെ പറഞ്ഞതിലുള്ള ഇൻകംപ്രസിബിൾ ആയിരിക്കണം, ലാമിനാർ ഫ്ലോ ആയിരിക്കണം, നോൺ വിസ്കസ് ഫ്ലൂയിഡും കൂടി ആയിരിക്കണം. ഈ മൂന്ന് പ്രോപ്പർട്ടി ഉള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്ലോൻ്റെ കേസിൽ, ഫ്ലൂയിഡിൻ്റെ കേസിൽ അതിന് ആ ഒരു ഫ്ലോ നടക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ കേസിൽ ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്, നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നത്, ലാമിനാർ ഫ്ലോ ആണ് ഇതെല്ലാം ആണെങ്കിൽ. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം, ഡെൻസിറ്റി ചേഞ്ച് ഇല്ല. ലാമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, റാൻഡം മൂവ്മെൻ്റ് ഇല്ല പാർട്ടിക്കിൾ. സോ അത്തരം ഒരു ഫ്ലോൻ്റെ കേസിൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² അല്ലെങ്കിൽ ഹാഫ് ρv² എന്ന് പറയാറുണ്ട്. ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റീൻ്റെ സ്ക്വയറാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ദെൻ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ ലെവൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ കേസിൽ നമ്മൾ ρgh എന്ന് പറഞ്ഞിരുന്നു. ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഹൈറ്റ്. സോ ദാറ്റ് തിങ് പ്ലസ് പ്രഷർ, ഫ്ലൂയിഡ് എക്സേർട്ട് ആയപ്പോഴാണ് കണ്ടെയ്നർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഇതിൻ്റെ സം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നതാണ് ബെർണോലി പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഒരു 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, സോ P1 എന്ന് പറയുന്ന പോയിൻ്റ്, ദെൻ P2 എന്ന് പറയുന്ന പോയിൻ്റ്. സോ P1ലുള്ള പ്രഷർ P1 റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ സെയിം ആയിരിക്കുന്നതാണ് ബെർണോലി പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഇത്തരം 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്ലോ മെഷർ ചെയ്യുമ്പോൾ, അതായത് വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് എസെൻഷ്യലി അറിയുന്നത് വേണ്ടത്. സോ നമുക്കറിയാം ഇക്വേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വെലോസിറ്റി ഉണ്ട്. ദെൻ ഈവൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? അതിൻ്റെ അകത്ത് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റേഴ്സും അതിൻ്റെ അകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിച്ചാൽ മതി. സോ ഒബ്സ്ട്രക്ഷൻ ഫ്ലോ മീറ്ററിൻ്റെ കേസിൽ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ഡിഫറൻഷ്യൽ പ്രഷർ ദെൻ വേരിയബിൾ ഏരിയ ടൈപ്പ്. അങ്ങനെ 2 ആണ്. അതിൽ ഡിഫറൻഷ്യൽ പ്രഷറിൽ വരുന്ന ഓറിഫിസ് പ്ലേറ്റ്, വെഞ്ചൂറി ട്യൂബ്, നോസിൽ പ്ലേറ്റ് ആണ് മെയിൻ ഫോക്കസ് ഓഫ് ദിസ് ലെക്ചർ. ദെൻ വേരിയബിൾ ടൈപ്പും, പിന്നെ അത് കൂടാതെ നമുക്കിത് കൂടാതെ വേറെ 2 ഉണ്ട്, വി വിൽ ഡിസ്കസ് ലേറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എന്താണ് ഓറിഫിസ് പ്ലേറ്റ്. സോ ഓറിഫിസ് പ്ലേറ്റ് എന്ന് പറയുന്ന മെക്കാനിസം ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഒരു പ്ലേറ്റ് ആണത്. സോ ഒബ്സ്ട്രക്ഷൻ ടൈപ്പാണെന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്യണം? ഒരു പൈപ്പ് എടുത്തിട്ട് പൈപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ഈ ഓറിഫിസ് പ്ലേറ്റ് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫ്ലോനെ ഒബ്സ്ട്രക്ട് ചെയ്യും. ആ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ ഡിഫറൻസ്, വെലോസിറ്റി ഡിഫറൻസ് വരും. സോ ആ ഡിഫറൻഷ്യൽ പ്രഷറിൻ്റെ ബേസിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാം? വെലോസിറ്റി മെഷർ ചെയ്യാം. സോ നമ്മൾ ബെർണോലി പ്രിൻസിപ്പിൾ ആണെങ്കിലും ഈവൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണെങ്കിലും എന്താണ്?
ബേസ്ഡ് ഓൺ എന്താണ് ആ ഡിഫറൻസ് ഇൻ പ്രഷർ വെച്ചിട്ടാണ് നമുക്ക് ആ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ എസെൻഷ്യലി ഇതുപോലെ ഒരു പ്ലേറ്റ് ആണ് ഒബ്സ്ട്രക്ട് ചെയ്യാണ് ഇതിനെ ഫ്ലോനെ, അതാണ് എസെൻഷ്യലി ഓർക്കേണ്ടത്. സോ മോർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ് ആക്ച്വലി, ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റെഫറൻസിന് വെച്ചെന്നേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു റിമെമ്പർ എനിത്തിങ്. ബട്ട് ആക്ച്വലി ആക്യുറേറ്റ്ലി മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനും ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ഓറിഫിസ് ഡയമീറ്റർ, ഡിഫറൻഷ്യൽ പ്രഷർ, ഫ്ലൂയിഡ് ഡെൻസിറ്റി, എന്താണ് എക്സ്പെൻഡിബിൾ ഫാക്ടർ, ദെൻ ദിസ് ഡയമീറ്റർ റേഷ്യോ ഓഫ് ഓറിഫിസ് ഡയമീറ്റർ ടു പൈപ്പ് ഡയമീറ്റർ, ദിസ് കൈൻഡ് ഓഫ് ദെൻ ദിസ് കോയിഫിഷ്യൻ ഒക്കെ എക്സ്പെരിമെൻ്റലി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ബട്ട് ഇൻ ജനറൽ നമുക്കത് ഇക്വേഷൻ ഓർക്കേണ്ട, എഴുതണ്ട. ബട്ട് റൈദർ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഓറിഫിസ് പ്ലേറ്റ് എന്ന് പഠിക്കുന്നു, ദെൻ ഓറിഫിസ് പ്ലേറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും പഠിക്കുന്നു. ദെൻ നമ്മൾ എങ്ങനെയാണ് മാനോമീറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഡിഫറൻഷ്യൽ പ്രഷർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ആക്ച്വൽ പ്രഷർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ എനിവേ ലെറ്റ്സ് ഡിഫൈൻ വാട്ട് ഈസ് ഓറിഫിസ് പ്ലേറ്റ്. എ തിൻ പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻ ഇറ്റ് ആണ് എന്ത് ഓറിഫിസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ഇൻ ദിസ് ഡയഗ്രം, ഇതാണ് ഓറിഫിസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ എന്താ ചെയ്യുക, ആ ഒരു പൈപ്പിനുള്ളിൽ എന്ത് ചെയ്യും, പൈപ്പിൻ്റെ സെൻറ്ററിൽ കീപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് അപ് സ്ട്രീം ഡൗൺ സ്ട്രീം ഉണ്ട്. സോ അപ് സ്ട്രീമിലുള്ള പ്രഷറും ഡൗൺ സ്ട്രീമിലുള്ള പ്രഷറും എന്താകും, വേരിയേഷൻ വരും. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഒബ്സ്ട്രക്ഷൻ. ഈ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോൻ്റെ ആലോചിക്കുക, ഫ്ലൂയിഡ് ആ പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇനി പിന്നെ പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് എന്താണ്, ഇറ്റ്സ് എൻ ഒബ്സ്ട്രക്ഷൻ ടൈപ്പ്. സോ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ when the fluid passes through the orifice its pressure builds up. സോ ഏരിയ കുറഞ്ഞു അല്ലേ, അത് ആ ഓറിഫിസ് പ്ലേറ്റ് വെച്ചത് കാരണം ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സ്പേസ് കുറഞ്ഞു. ദാറ്റ് മീൻസ് പ്രഷർ ബിൽഡപ്പ് ചെയ്യും. എവിടെ, അപ്സ്ട്രീമിൽ. ഈ അപ്സ്ട്രീം പൊസിഷനിൽ പ്രഷർ ബിൽഡ് ചെയ്യും. അത് കാരണം എന്ത് സംഭവിക്കും, ദ ഫ്ലൂയിഡ് ഈസ് ഫോഴ്സ്ഡ് ടു കൺവേർജ് ത്രൂ ദ ഹോൾ. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യണം, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് എന്താണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ അതാണ് അവിടെ നടക്കുന്നത്. അപ്സ്ട്രീമിൽ എന്ത് ചെയ്യും, ആ പ്രഷർ കൂടും. ആ പ്രഷർ എന്ത് ചെയ്യും, വെലോസിറ്റീനെ ഇൻക്രീസ് ചെയ്യും. കാരണം ആ ഫോഴ്സ് ചെയ്യണം ആ ഫ്ലോനെ, ആ ഫ്ലൂയിഡ് ആ ഓറിഫിസ് പ്ലേറ്റിനുള്ളിൽ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് അപ്സ്ട്രീമിൻ്റെ കേസിൽ. അപ്സ്ട്രീം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടി വരും, അത് ഓൾമോസ്റ്റ് ഇങ്ങനെ കൺവേർജ് ചെയ്ത് പോകേണ്ടി വരും. ദെൻ എ ലിറ്റിൽ ഡൗൺ ആഫ്റ്റർ എന്താണ് ഇതിന് ശേഷമുള്ള ഇതാണ് ഈ ഭാഗമാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം ഓഫ് ദ ഫ്ലോ റീച്ചസ് എ പോയിന്റ് ഓഫ് മാക്സിമം കൺവേർജൻസ് കോൾഡ് വെനാ കോൺട്രാ. അപ്പോൾ ഈ ഒരു പൊസിഷനെയാണെന്ന് പറയുക വെനാ കോൺട്രാ എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം വെനാ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. നോട്ട് കോൺട്രാ, വെനാ കോൺട്രാക്റ്റ് എന്ന് പറയും. വേർ ദ വെലോസിറ്റി റീച്ചസ് മാക്സിമം ആൻഡ് പ്രഷർ റീച്ചസ് മിനിമം. സോ അപ്സ്ട്രീമിൽ എന്ത് സംഭവിക്കും, പ്രഷർ ബിൽഡ് ചെയ്യും. ദെൻ പ്രഷർ ബിൽഡ് ചെയ്തിട്ട് ഫ്ലൂയിഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ടി വരും. ദെൻ എന്ത് സംഭവിക്കും, ഡൗൺ സ്ട്രീമിൻ്റെ കേസിൽ ഇവിടെ വെലോസിറ്റി കൂടും. സോ വെലോസിറ്റി കൂടുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, പ്രഷർ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. സോ അപ്സ്ട്രീമിൽ മാക്സിമം പ്രഷർ ആയിരിക്കും. ദെൻ വെന കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ വിച്ച് ഈസ് ദ പോയിന്റ് വേർ മാക്സിമം വെലോസിറ്റിയാണ് ഫ്ലൂയിഡിന് ബിക്കോസ് ഓഫ് ദിസ് ഒബ്സ്ട്രക്ഷൻ ബൈ ഓറിഫിസ് പ്ലേറ്റ്. ആൻഡ് വെലോസിറ്റി കൂടുതലാണ്, പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്. ബിയോണ്ട് ദാറ്റ് എന്താണ്, ദ ഫ്ലോ എക്സ്പാൻഡ് ചെയ്യും. ദെൻ വെലോസിറ്റി ഫാൾസ് ആൻഡ് പ്രഷർ ഇൻക്രീസസ്. അതിനുശേഷം വെലോസിറ്റി കുറഞ്ഞ് നോർമൽ പ്രഷറിലേക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദെൻ സോ ഇപ്പോൾ ഇവിടെ ഈ ഒബ്സ്ട്രക്ഷൻ ടൈപ്പിൽ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ രണ്ട് പോയിന്റിലും ഡൗൺ സ്ട്രീമിലും അപ്പ് സ്ട്രീമിലും എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഇൻ പ്രഷർ ഉണ്ട്. ആ ഡിഫറൻഷ്യൽ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ മെഷർ ചെയ്യാൻ പോകുന്നത്, വെലോസിറ്റി മെഷർ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് കേസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു മാനോമീറ്റർ യൂസ് ചെയ്യും. ഇവിടെ ഡൗൺ സ്ട്രീമിലും അപ്പ് സ്ട്രീമിലും. സോ മാനോമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രഷർ കൂടുതലാണ്, ഇവിടെ പ്രഷർ മിനിമം ആണ്. അവന കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ. സോ എന്താണ്, മാക്സിമം വെലോസിറ്റിയും മിനിമം പ്രഷറുമാണ്. ദാറ്റ് മീൻസ് ആ സമയത്ത് ആ രണ്ട് വാല്യൂള്ള ഡിഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വെലോസിറ്റി. സോ നമുക്കറിയാം ബൈ ബെർണോലി പ്രിൻസിപ്പിൾ എന്താണ്, രണ്ട് വെനാ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പോയിന്റ് V2 ആണെന്ന് വിചാരിക്കുക. പോയിന്റ് P2 ആണെങ്കിൽ ആ പോയിന്റിലുള്ള പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും ഡൗൺ സ്ട്രീമിലുള്ള പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സെയിം ആണെന്ന് അറിയാം. ആണ് ബെർണോലി പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യണം പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കാരണം ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റിമൂവ് ദീസ് ടു ടേംസ്. കാരണം പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഫ്ലോയിൽ കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്. ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്തായിട്ട് എഴുതാൻ ഇതിന് ഇക്വേഷനെ P1 × ½ ρ V1 സ്ക്വയർ ഈക്വൽ ടു P2 + ½ ρ V2 സ്ക്വയർ. അതിൽ V2 എന്ന് പറയുന്നത് വെനാ കോൺട്രാക്റ്റ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ നമുക്ക് ഡിഫറൻഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാം. P1 - P2 എന്താണ്, ഈ ഒരു ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ½ ρ എന്ന് പറഞ്ഞ കോമൺ ടേമാണ്. അതിനെ പുറമെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, V2 സ്ക്വയർ - V1 സ്ക്വയർ അല്ലേ. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വരിക, ഈ ടേം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ -½ ρ V2 സ്ക്വയർ ആണ്, V1 സ്ക്വയർ ആണ്. സോ V2 സ്ക്വയർ - V1 ഉണ്ട്, കോമൺ ആയിട്ട് ½ ρ ഉണ്ട്. സോ യു വിൽ ഗെറ്റ് P1 - P2 എന്ന് പറയുന്നത് ½ ρ × V2 സ്ക്വയർ - V1 സ്ക്വയർ. ദെൻ V2 സ്ക്വയർ - V1 സ്ക്വയറിനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ½ റോനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടാൽ മതി. സോ എന്താണ്, ഈ /2 എന്നുള്ളത് മൾട്ടിപ്ലൈഡ് 2 ആയിരിക്കും. സോ 2 × P1 - P2 / ρ എന്ന് പറയുന്നതാണ് എന്ത്, V2 സ്ക്വയർ - V1 സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് ഓർക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു വെലോസിറ്റി V1 ൻ്റെയോ V2 ൻ്റെയോ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. കാരണം നമുക്ക് ഫ്ലോ ആണ് മെഷർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം, ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്യാം. ഇവിടെ എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞാൽ A1 V1 = A2 V2 ആണ്. സോ ഇതിൻ്റെ അകത്ത് V1നെ V2ൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. V1നെ ഇൻ ടേംസ് ഓഫ് V2 എഴുതാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്യുന്നത്. സോ V1 = A1 V2 / A2 ആവും. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് V2 സ്ക്വയർ - V1 സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനും ദെൻ അതിൻ്റെ അകത്ത് V1 എന്ന് പറയുന്നത് നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 1
ഇക്വേഷൻ 2 ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് നോട്ട് ദിസ് വൺ, ഇതാണ് ഇക്വേഷൻ 2. നൗ ഇക്വേഷൻ 2 ഞാൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ V1 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി മാറും? A2 സ്ക്വയർ V2 സ്ക്വയർ ഡിവൈഡ് ബൈ A1 സ്ക്വയർ ആവും അല്ലേ. A1 ബൈ A2 ഇൻറ്റു V2 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ് വരേണ്ടത്. സോ എന്താണ്, ഇൻഡിവിജ്വൽ ടേമിനെ സ്ക്വയർ ചെയ്യുന്ന പോലെയാണ് വരിക. സോ A2 സ്ക്വയർ V2 സ്ക്വയർ A1 സ്ക്വയർ, അത് ഈക്വൽ ടു എന്താണ് ഈക്വേഷൻ, റൈറ്റ്? ഈ V1 ആണ് ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ 2 ഇൻറ്റു P1 ആണ്. ദെൻ ഇൻ ദാറ്റ് കേസ് ഞാൻ ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും V2 സ്ക്വയർ കോമൺ ടേം ആണ്. സോ V2 സ്ക്വയർ കോമൺ ആയിട്ട് ഫോർമെറ്റ് കഴിഞ്ഞാൽ 1 മൈനസ് A2 സ്ക്വയർ A1 സ്ക്വയർ 1 മൈനസ് A2 സ്ക്വയർ ബൈ A1 സ്ക്വയർ എന്ന് കാണാം. അതിനെ 1 മൈനസ് A2 സ്ക്വയർ ബൈ A1 സ്ക്വയറിനെ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഡിവൈഡ് ബൈ A1 സ്ക്വയർ എന്ന് എഴുതാം. കാരണം 1 മൈനസ് A ബൈ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B മൈനസ് A ഡിവൈഡഡ് ബൈ B ആണ്. അതാണ് ഡിവിഷൻ ടേം എന്ത് വരും, 2 ഇവിടേക്കും വരും. സോ A1 സ്ക്വയർ മുകളിലുണ്ട്, A1 സ്ക്വയർ താഴത്തുണ്ട്. സോ V2 സ്ക്വയർ ഇൻറ്റു A1 സ്ക്വയർ ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നേരത്തെ നമ്മുടെ RHS 2 ഇൻറ്റു P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ. ദെൻ നമുക്ക് അതിനകത്ത് V2 സ്ക്വയറിന് മാത്രമായിട്ട് എങ്ങനെ എഴുതാം, 2 ഈ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഈ A1 മൈനസ് A2 സ്ക്വയർ എന്ന് പറയുന്ന ഭാഗം എവിടെയായിരിക്കും ഉണ്ടാവുക, ഇത് താഴേക്ക് വരും. ദെൻ ഈ താഴത്തുള്ള A1 സ്ക്വയർ എന്ന് പറയുന്നത് ഇക്വേഷൻ്റെ മുകളിലേക്ക് പോകും. സോ 2 ഇൻറ്റു P1 മൈനസ് P2 ഇൻറ്റു ഇവിടെ A1 സ്ക്വയർ വരും. ദെൻ ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ വരും. അഗെയിൻ ഇക്വേഷൻ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്ത് ഉപയോഗിച്ചിട്ട്, ബെർണോളിസ് പ്രിൻസിപ്പിളും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വെലോസിറ്റിയുടെ വാല്യൂ. ഇതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആക്ച്വൽ വെലോസിറ്റി. ദിസ് ഈസ് വെലോസിറ്റി സ്ക്വയർ. സോ റിവൈൻഡ് ചെയ്തിട്ട് അഗെയിൻ ചെക്ക് ചെയ്യാം ഇൻ കേസ് യു ഹാവ് ഡൗട്ട്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ഓറിഫിസ് പ്ലേറ്റ് ആണ്, ഒബ്സ്ട്രക്ഷൻ ടൈപ്പാണ്. അതേപോലെ വേറെ 2 ടൈപ്പ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് വെഞ്ചൂരി ട്യൂബ് എന്നുള്ളതാണ്. യു ക്യാൻ എന്താണ് ആ ഡയഗ്രാം തന്നെ നോക്കി കഴിഞ്ഞാൽ ട്യൂബ് എന്ന് പറയുന്നത് അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് എന്താണ്, സെയിം ബെർണോളി പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് നമ്മൾ ഇതേപോലെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒരു കൺവേർജിങ് പാർട്ട് ഉണ്ട്, കൺവേർജിങ് പാർട്ട്, ദെൻ ഒരു ത്രോട്ട് ഉണ്ട്. ഈ ഏറ്റവും മിനിമം പോയിന്റിനാണ് ത്രോട്ട് എന്ന് പറയുന്നത്. സോ ആ ഡിവൈസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് അങ്ങനെയാണ്, ആ ഒരു ട്യൂബ് അങ്ങനെയാണ് ബിൽഡ് ചെയ്തത്. സോ ആ ട്യൂബിൽ കൂടെ നമ്മൾ എക്സ്ട്രാ എന്താണ് ഓറിഫിസ് പ്ലേറ്റ് പറയുന്ന പോലെ എക്സ്ട്രാ ഒബ്സ്ട്രക്ഷൻ വെക്കേണ്ട. ആ ട്യൂബ് ഇറ്റ്സെൽഫ് ഈസ് ഡിസൈൻഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഡിഫറൻഷ്യൽ പ്രഷർ വരുന്ന രീതിയിലാണ് ആ ട്യൂബ് ഡിസൈൻ ചെയ്തത്. സെയിം യു ക്യാൻ യൂസ് എന്താണ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. സോ ഇവിടെ നിന്നാണ് ഒരു കൺവേർജിങ് കാനോണിക്കൽ സെക്ഷൻ ഉണ്ട്, കോണിക്കൽ സെക്ഷൻ ഉണ്ട്, കൺവേർജിങ് കോണിക്കൽ സെക്ഷൻ ഉണ്ട്. ദെൻ ആഫ്റ്റർ ആ കോണിക്കൽ സെക്ഷന് ശേഷം ഒരു മിനിമം ഏരിയ പോയിന്റ് ഉണ്ട്, അതിനെയാണ് ത്രോട്ട് എന്ന് പറയാം. ഈ ഒരു പോയിന്റാണ് ത്രോട്ട്. ദെൻ ആഫ്റ്റർ ത്രോട്ട് എന്നാണ് ഒരു ഡൈവേർജിങ് കോണിക്കൽ സെക്ഷൻ ഉണ്ട്, അതിനുശേഷം ഒരു ഡൈവേർജിങ് ആയിട്ടുള്ള കോണിക്കൽ സെക്ഷൻ ഉണ്ട്. അഗൈൻ യു ക്യാൻ യൂസ് സെയിം ഇക്വേഷൻ ആസ് ബെർണോളി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷനും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും നമ്മൾ ഓറിഫിസ് പ്ലേറ്റിൽ യൂസ് ചെയ്ത പോലെ നമുക്ക് വെഞ്ചൂരി ട്യൂബിൽ ആ പ്രഷർ ഡിഫറൻസ് നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. വെഞ്ചൂരി ട്യൂബ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻ ഓപ്പറേഷനാണ്, മൂവിങ് പാർട്ടുകളില്ല, പ്രഷർ ലോസ് ഇല്ല, ലോ പ്രഷർ ലോസ് ആണ്, വളരെ ഇതാണ്. ദെൻ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ട്യൂബ് ഓറിഫിസ് പ്ലേറ്റിനെക്കാട്ടിലും മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്താണ് കൺസ്ട്രക്ഷനാണ്, ലാർജ് സൈസാണ്, മെയിൻ്റനൻസും ഡിഫിക്കൽട്ട് ആണെന്നുള്ളതാണ് വെഞ്ചൂരി ട്യൂബ്. പിന്നെ ഒബ്സ്ട്രക്ഷൻ ടൈപ്പിൽ വരുന്ന ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോസിൽ പ്ലേറ്റ് ആണ്. അതേപോലെ ഒബ്സ്ട്രക്ഷൻ ടൈപ്പിന് ഓറിഫിസ് പ്ലേറ്റിന് പകരം ഒരു നോസിൽ പ്ലേറ്റ് ആണിത്. സോ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കൺവേർജ് ചെയ്യുന്ന ഏരിയയാണ്, ഏരിയ കുറഞ്ഞ് വരുന്ന ഒരു സ്ട്രക്ചറാണ്. ദെൻ എന്താണ് ബിറ്റ്വീൻ ഫ്ലാങ്സ് ഓഫ് പൈപ്പാണ്, പൈപ്പിൻ്റെ ഫ്ലാങ്സിൽ ആണ് ഔട്ടർ പോർഷനിലുള്ള ആ ഒരു ക്ലാമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതിനാണ് ഫ്ലാങ്സ് എന്ന് പറയുക. അത് അവിടെയാണ് പ്ലേസ് ചെയ്യുക, അതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ നോസിൽ പ്ലേറ്റ് പ്ലേസ് ചെയ്യുക. ത്രോട്ട് പൊസിഷനിൽ, അതായത് ഇതാണ് ഇവിടുത്തെ ത്രോട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഏരിയ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അഗെയിൻ യു ക്യാൻ യൂസ് സെയിം കണ്ടിന്യൂറ്റി ഇക്വേഷനും ദെൻ ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് വെലോസിറ്റി കണ്ടുപിടിക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സൈസാണ്, ചീപ്പ് പ്രൈസാണ്. ഇൻസ്റ്റാളേഷൻ എന്താണ് ഓറിഫിസ് പ്ലേറ്റിനെക്കാട്ടിലും ഡിഫിക്കൽട്ടാണ് കമ്പയർ ടു ഇത്. സോ നമുക്ക് ഇൻ ടോട്ടൽ ഇതിന് മുമ്പ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കോസ്റ്റും പെർഫോമൻസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ നോസിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ ഓറിഫിസ് പ്ലേറ്റ് ആൻഡ് വെഞ്ചൂരി ട്യൂബ്. സോ ഓറിഫിസ് പ്ലേറ്റ് ആണ് മോർ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഓറിഫിസ് പ്ലേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ നോസിൽ പ്ലേറ്റ് ആണ്. അത് കഴിഞ്ഞാൽ മോർ എക്സ്പെൻസീവ് ആൻഡ് മോർ കോസ്റ്റ്ലി ആയിട്ടുള്ളത് പെർഫോമൻസ് കുറഞ്ഞതായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഏതാണ്, വെഞ്ചൂരി ട്യൂബാണ്. കാരണം അതിൻ്റെ എൻ്റെ ട്യൂബ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇതാണ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പിൽ വരുന്ന ഡിഫറൻഷ്യൽ പ്രഷർ ടൈപ്പ്. ഒബ്സ്ട്രക്ഷൻ ടൈപ്പിൽ ഇനി വേറെ ഒന്നുകൊണ്ട് വേരിയബിൾ ഏരിയ ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഉണ്ട്, റോട്ടോമീറ്റർ, ദെൻ ടെമ്പറേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള അനോമോമീറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്ററും ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.